ഹലോ ഗൈസ്, നമ്മൾ എ സിയിൽ കൂളിംഗ് ഭയങ്കര കുറവാണെങ്കിൽ നമ്മൾ എ സിൻ്റെ ഫിൽറ്റർ ക്ലീൻ ആക്കണം. ഞാനിപ്പോൾ വാങ്ങിയിട്ട് 1-2 മാസം ആവാറായി. അപ്പോൾ നമുക്ക് എ സി ഫിൽറ്റർ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് നോക്കാം. ഞാൻ 1-2 മാസമായി. നോർമലി എല്ലാ മാസവും ക്ലീൻ ആക്കണം എ സി ഫിൽറ്റർ. അതിൽ കുറേ കാട്ടവും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അപ്പം ഞാനിത് ഫസ്റ്റ് ആണ് ക്ലീൻ ആക്കാൻ പോകുന്നത്. ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ഞാൻ ക്ലീൻ ആക്കുന്നതിനെ കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മൾ എ സിൻ്റെ പ്ലഗ് എ സി ഊരണം. കാരണം കറണ്ടായിട്ടുള്ള കളിയാണ്, അപ്പോൾ സൂക്ഷിക്കണം. പ്ലഗ് റിമൂവ് ചെയ്തതിന് ശേഷം മാത്രമേ എ സി തൊടാവൂ. അല്ല ചെയ്ത് നല്ലത് അങ്ങനെ. ഓക്കെ, അതിനുശേഷം അവിടെ 2 ക്ലിപ്പ് ഉണ്ടാവും എ സീൻ്റെ. നമുക്ക് നോക്കാം എ സീൻ്റെ ഉള്ളിൽ എത്രത്തോളം ഫിൽറ്ററിൽ കാട്ടം ഉണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. അത് കാട്ടം കൂടുതലുണ്ടെങ്കിൽ നമുക്ക് തണുപ്പ് കിട്ടാമല്ലോ. അപ്പോൾ നമുക്ക് ഓപ്പൺ ആക്കിയിട്ട് നോക്കാം. യോ മാൻ, ഇത്രത്തോളം കാട്ടം ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഞാൻ എ സി വാങ്ങിയ ടൈമിന് നല്ല തണുപ്പുണ്ടായി. പിന്നെ ഭയങ്കര ചൂടാകാൻ തുടങ്ങി. കൂളാകുന്നില്ല. നോർമലി കാറിൽ നമ്മൾ കൂളിംഗ് ഓൺ ആക്കാണ്ട് ഫാൻ ബ്ലോവർ മാത്രം ഓൺ ആക്കിയാലുള്ള ആ ഒരു ഫീൽ ഉണ്ടാവുമല്ലോ, അത് മാത്രം. ചൂട് ഭയങ്കര തണുപ്പാകുന്നില്ല എ സിയിൽ. സോ അതിൻ്റെ കാരണം ഇതാണ്. നമുക്ക് എ സിയിൽ കൂളിംഗ് ആവുന്നില്ലെങ്കിൽ എ സിൻ്റെ ഫിൽറ്റർ നമ്മൾ എന്തായാലും ചെക്ക് ചെയ്യണം. 1 ടൈം എന്തായാലും മന്ത്ലി 1 പ്രാവശ്യമെങ്കിലും ചെക്ക് ചെയ്യണം. അതാ ഇങ്ങനെ ഈ സാധനം ഇവിടുന്ന് റിമൂവ് ചെയ്യണം. എന്താ ഇങ്ങനെ റിമൂവ് ചെയ്യണം. ഇത്രത്തോളം കാട്ടാണ് ഇതിനകത്തുള്ളത്. ഇത് കാരണമാണ് നമുക്ക് എ സിക്ക് കൂളിംഗ് കിട്ടാത്തതാ. ഇത്രത്തോളം ഡസ്റ്റ് പിടിച്ചിട്ടുണ്ട്. ഇത്രത്തോളം ഡസ്റ്റാണ് ഇതിനകത്ത് ഉണ്ടായത്. കാരണം ഇത്ര ഉണ്ടാകുമ്പോൾ നമുക്ക് ഊഹിക്കാമല്ലോ എത്രത്തോളം തണുപ്പ് കിട്ടും എന്നുള്ളത്. ഇത് മാത്രമല്ല, ഇങ്ങനെ ഇത് കണ്ടിന്യൂ ചെയ്താൽ നമുക്ക് ജലദോഷം അതുപോലുള്ള ബുദ്ധിമുട്ടെല്ലാം വരും. അപ്പോൾ ഇതെന്തായാലും ക്ലീൻ ചെയ്യണം. ഇത്ര ഡസ്റ്റ് ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ എത്ര തണുപ്പ് വരുമെന്ന്. ഫുൾ അടിഞ്ഞിട്ടാണുള്ളത്. ഇത് വിത്തിൻ എത്ര 1 മന്ത് 2 മന്ത് 1.5 മാസമായ എത്ര വാങ്ങിയിട്ട് ആ ഒരു കാലയളവിലാണ് ഇത്രത്തോളം പൊടി പിടിച്ചത്. നമുക്ക് എന്തായാലും ക്ലീൻ ചെയ്യാം. ക്ലീൻ ചെയ്തിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ്. അപ്പം നമ്മൾ 2 എ സി ഫിൽറ്റേഴ്സും ക്ലീൻ ചെയ്തിട്ടുണ്ട്. എന്താ ബിഫോർ ആഫ്റ്റർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത്രത്തോളം ഡസ്റ്റ് ഉണ്ടായിരുന്നതാ. ഇപ്പോൾ ഇങ്ങനെയാണുള്ളത്. നോക്കിയാൽ നല്ല ഡസ്റ്റ് ഉണ്ട്. ഇപ്പോൾ നല്ല ക്ലിയർ ആയിന്, നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയി. നമുക്കിത് ഫിറ്റ് ചെയ്യാം. ഇതെങ്ങനെ ഫിറ്റ് ചെയ്യാൻ ഞാൻ കാണിച്ചു തരാം. അതിപ്പോൾ 2 അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല എന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. ഓക്കെ, ഇതിങ്ങനെ ഫിറ്റ് ചെയ്യാം. ഈ സാധനം ഈ ബ്ലാക്ക് ഇതിൻ്റെ ഇടയിലിടാം. ഓക്കെ, ഒന്ന് സക്സസ്ഫുള്ളി ഫിറ്റ് ആയിട്ടുണ്ട്. രണ്ടാമത്തത് എങ്ങനെ എടുക്കാം? ഇങ്ങനെ ഇടാം. ഈ 2 ഇവിടെ ഈ 2 ആക്കിയിട്ട് കാണിക്കാൻ എടുക്കുക. ഇങ്ങനെ എടുത്താക്കി ഇങ്ങനെ ഇതിൻ്റെ ഇടയിലിടാം. ഇതിവിടെ ഫിറ്റ് ആക്കാം. ഓക്കെ, റെഡി, ക്ലിയർ. ഇനി നമുക്ക് നോക്കാം എത്രത്തോളം കൂളുണ്ട് എന്നുള്ളത്. കാരണം നല്ല വ്യത്യാസം ഉണ്ടാവും. ഫസ്റ്റ് നല്ല ഡസ്റ്റ് ഉണ്ട്, നിങ്ങൾ കണ്ടതല്ല. ഫസ്റ്റ് നല്ല കച്ചറായിട്ടുണ്ടായി. അതിനുശേഷം നമ്മൾ ക്ലീൻ ആക്കിയിട്ടാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് നോക്കാം എത്രത്തോളം കൂളുണ്ട്, ഡിഫറൻസ് ഉണ്ട് എന്നുള്ളത്. നല്ല വ്യത്യാസം ഉണ്ടാവും, കാരണം നല്ല ഡസ്റ്റ് ഉണ്ടായി. ഇപ്പം നല്ല എ സി ഫിൽറ്റേഴ്സ് ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ നല്ല തണുപ്പ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഇങ്ങനെ നിങ്ങളെ വീട്ടിൽ എ സിയിൽ നല്ല തണുപ്പൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ ഇതുപോലെ ഡസ്റ്റ് കെട്ടിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ക്ലീൻ ചെയ്യണം. അല്ല നമുക്ക് ജലദോഷം പൊടിയും നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഞാൻ ജസ്റ്റ് യൂട്യൂബ് നോക്കിയിട്ട് അറിഞ്ഞു, ആൾക്കാർ പറഞ്ഞു തന്നിട്ട്. അപ്പോൾ ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. എനിക്കിത് വലിയ ഐഡിയ ഒന്നുമില്ല. ഇതിലൂടെ കറണ്ട് ലാഭിക്കാനും പറ്റും എന്നുള്ള കുറേ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇത് ഇങ്ങനെ ഡസ്റ്റ് പിടിച്ച് പൊടി പിടിച്ച് കിടക്കുമ്പോൾ നമുക്ക് എ സി അതിൻ്റെ കംപ്രസർ കൂളാക്കാൻ വേണ്ടി കുറേ സമയം എടുക്കും. അപ്പോൾ നമുക്ക് കുറേ കറണ്ട് പോകുന്നുള്ള രീതിയിലാണ് കുറേ വീഡിയോ കണ്ടത്. അപ്പോൾ അത് ഏകദേശം ശരിയാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ. ഇപ്പോൾ നമുക്ക് ഫിൽറ്റർ ക്ലീൻ ചെയ്തതിന് ശേഷം പെട്ടെന്ന് തന്നെ തണുപ്പാവും. അപ്പോൾ കുറച്ച് കറണ്ട് ബില്ല് ലാഭിക്കുക എന്നുള്ളൊരു ഇതാണ് ആ ഒരു. യെസ്, പൊടി പിടിച്ചാൽ കറണ്ട് പോയാൽ അപ്പം തന്നെ അത് പിന്നെ ചൂടാവും റൂം. കുറച്ച് നേരം എ സി ഉണ്ട്, ആ ഒരു തണുപ്പ് റൂമിൽ നിൽക്കില്ല, പെട്ടെന്ന് തന്നെ ചൂടാകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഇപ്പോൾ എന്തായാലും ക്ലീൻ ചെയ്ത് യൂട്യൂബൊക്കെ ചെയ്താൽ നമുക്ക് കറക്റ്റ് ഐഡിയ ഒന്നുമില്ല. അപ്പോൾ ഇത് ഏകദേശം നമ്മളെ റൂമിലുള്ള തണുപ്പിനാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ചൂടെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ എന്തായാലും ക്ലീൻ ചെയ്യണം, മസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്കൊരു പുതിയൊരു അറിവ് ആവട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ ഇത് ചെയ്തത്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. താങ്ക് യു, ബൈ.